ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോണത് ഒരു കാന്താരി അച്ചാറാണ്. അതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. കാന്താരി, 4 നെല്ലിക്ക, പിന്നെ നാരങ്ങ. പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം, തോല് കളഞ്ഞത്. അതിനുശേഷം നമുക്ക് വേണ്ടത് നന്നായി വെള്ളം ഒഴിച്ച് കഴുകി കൊടുക്കാം. ഇതിനെ നന്നായി കഴുകി കൊടുക്കാം. എന്നിട്ട് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അതിനെ മാറ്റി കൊടുക്കാം. ഇത് നമ്മൾ കഴുകുകയാണ്. നന്നായി കഴുകണം കേട്ടോ. ഇത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ഓരോന്നായി വെച്ചു കൊടുക്കാം. ഇപ്പം നമ്മള് പാത്രത്തിലേക്ക് കഴുകി വെച്ചതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പുഴുങ്ങാൻ വെക്കണം. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മള് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. സ്റ്റൗ കത്തിച്ചു. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് നന്നായി വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നാരങ്ങ അവിടെ നിൽക്കട്ടെ. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കണം. ദേ കണ്ടോ, നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് വെള്ളം. അപ്പൊ ഇത് നന്നായി വെള്ളം തിളച്ച് തുടങ്ങി. കണ്ടോ ഫ്രണ്ട്സ്? ക്യാമറയിൽ കുറച്ച് ആവി വന്നുപോയി. നമ്മളിപ്പോ ഈ തയ്യാറാക്കുന്നത് ഷുഗറിനൊക്കെ നല്ലതാണ് എന്നാണ് അമ്മമ്മയൊക്കെ പറയുന്നത് കേട്ടത്. കാന്താരിയൊക്കെ നല്ലതാണ്. നെല്ലിക്ക അതൊക്കെ നല്ലതാണ്. ഇത് നന്നായി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. നമുക്ക് മുറിച്ചെടുക്കാം. നന്നായി ആയി വന്നിട്ടുണ്ട് ഇതൊക്കെ. ഇനി നമുക്കിത് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മളിത് മുറിച്ചെടുത്തിട്ടുണ്ട്. നെല്ലിക്ക ഇങ്ങനെയാണ് മുറിക്കേണ്ടത്. നമുക്കൊന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തില് മുറിക്കണം. മുറിച്ചെടുത്തു. പിന്നെ നാരങ്ങ ഇതുപോലെയാണ് മുറിക്കേണ്ടത്. കണ്ടോ? ഇതുപോലെ തന്നെ മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മുറിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോ ഇവിടെ ഇങ്ങനെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. കണ്ടോ? പിന്നെ നമുക്ക് ആവശ്യമുള്ളത്, പിന്നെ നമുക്ക് 2 സ്പൂണ് പറങ്കി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. കണ്ടോ? പറങ്കിയും മഞ്ഞൾപ്പൊടിയും ആണ് ഇതിന്റെ മെയിൻ. പറങ്കിയാണ് ഇതിന്റെ മെയിൻ. പിന്നെ നമുക്ക് കുറച്ച് സിർക്ക എടുക്കാം. സിർക്കയും ഇതിന് ആവശ്യമുണ്ട്. ഇത് നമ്മള് അടുപ്പത്ത് പാൻ വെച്ചു, സ്റ്റൗ കത്തിച്ചു. ഇനി ഇതൊന്ന് നന്നായി ചൂടായി വരട്ടെ. ഇതിൻ്റെ അകത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഉലുവ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായി ഇനി ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കാം. നന്നായി മിക്സ് ആക്കി കൊടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. രണ്ടും ഒന്ന് മിക്സ് ആയി വരട്ടെ. നന്നായി ഇളക്കാം. പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം.
വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി അതും ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളെ വെളുത്തുള്ളി കണ്ടോ ഫ്രണ്ട്സ്, എല്ലാത്തിന്റെയും കൂടെ ഒന്ന് മിക്സ് ആയി വരട്ടെ. ആ എണ്ണയും ഉലുവയും ഒക്കെ ആയി ഒന്ന് വരട്ടെ. പിന്നെ നമുക്ക് ഇതിലേക്ക് പറങ്കിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് ആയി വരട്ടെ. എല്ലയിലും ആ മസാല ആയി വരണം. ദേ കണ്ടോ, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സിർക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. നന്നായിട്ട് അതൊക്കെ ആയി വരണം. നമ്മൾ നേരത്തെ ആവിയിൽ പുഴുങ്ങിയ വെള്ളമില്ലേ, നെല്ലിക്ക പുഴുങ്ങിയ വെള്ളം, അത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇത് രണ്ടും മെയിൻ ആണ്. ഇതേ കണ്ടോ, ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഉപ്പ് എല്ലാ ഭാഗത്തും ആവണം. കുറച്ച് തിളക്കാൻ തുടങ്ങി. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാന്താരിപ്പറങ്കി ഇട്ട് കൊടുക്കാം. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സാധനം. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമ്മുടെ കാന്താരിപ്പറങ്കി അച്ചാറാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കാന്താരിയിലൊക്കെ നന്നായിട്ട് ആ ഇത് വരണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നേരത്തെ അരിഞ്ഞു വെച്ച നാരങ്ങയും നെല്ലിക്കയും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അതും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നാരങ്ങേൻ്റെ അകത്തും നെല്ലിക്കേൻ്റെ അകത്തും ആ മസാല ഒന്ന് പിടിച്ച് കിട്ടണം. ഇനി നമുക്ക് ആവശ്യത്തിന് കായം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് കായം ചേർത്തതിന് ശേഷം മിക്സ് ചെയ്യാം. കായം എല്ലാ ഭാഗത്തൊന്ന് എത്തട്ടെ. എരിവിനും പുളിയിനും ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല വൃത്തിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചൂടില് ഇതൊന്ന് വെന്ത് വന്ന് തണുക്കട്ടെ. ഫ്രണ്ട്സ്, ഇത് തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് റിസൾട്ട് വരുന്നതെന്ന്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പം നമ്മളിത് ഇതിൽ നിന്ന് കുറച്ച് കയ്യിലേക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നെല്ലിക്കയുടെ ഒക്കെ ഒരു കറുമുറയും ചാറും